ഹായ് ഫാമിലീസ്, എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ക്രിസ്മസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 25-ാം തീയതി രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ്. രാത്രി 7 മണിയോടുകൂടി എല്ലാവരും എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഗെറ്റ് ടുഗദർ, ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ വർഷം നമ്മളങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 4 പെൺമക്കളും കൂടെ ചേർന്ന്, ഈ 4 പെൺമക്കളെന്ന് പറയുന്നത് ജ്യേഷ്ഠാനിയന്മാരുടെയും സഹോദരിയുടെയും മക്കളാണ് ഈ 4 പേരും. അങ്ങനെ ഞങ്ങൾ 4 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും ചേർന്നതാണ്. ആ ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരൻ മാത്രം കുറവുണ്ട്, ബാക്കി എല്ലാം മരുമക്കളും ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹാപ്പിനെസ്, സന്തോഷം പങ്കെടുപ്പിക്കുന്നത്. ഇത് ലക്ഷ്മിക്കുട്ടി, വേലിക്കുട്ടി, അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലാണ് ഈ ഫാമിലി. അപ്പോൾ കേക്ക് കെട്ട് സെറമണി കഴിഞ്ഞതിന് ശേഷം അടുത്ത മത്സരങ്ങളാണ്. ഞങ്ങൾ 4 പേരും അവരുടെ ചെറുമക്കളും ഭർത്താവും എല്ലാം കൂടെ ചേരുന്ന ഒരു ചെറിയ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞാൽ പാട്ട് പാടലാണ്. അപ്പം ഒരു കരോക്കെ പോലെ എല്ലാവരും പാടുന്നു. ചേച്ചി നല്ല പാട്ടുകാരിയാണ്, അപ്പോൾ ചേച്ചി പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പാടുന്നുണ്ട്, പിന്നെ കുട്ടികൾ പാടുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വല്യമ്മ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടുകാർ തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും പാട്ടിൻ്റെ ഫുൾ പാട്ട് അറിഞ്ഞൂടാ. കുറേശ്ശെ പാട്ടുകൾ പാടി കുട്ടികളെല്ലാവരും ചേർന്ന് പാടുന്നുണ്ട്. പിന്നെ മഞ്ജു ചേച്ചിയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ പാടി, പഴയ പാട്ടുകളാണ് കൂടുതൽ പാടിയത്. എല്ലാവരും ചേർന്നിട്ട് കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളും കൂടെ പാടുന്നുണ്ട്. വരികളൊക്കെ വലിയ നിശ്ചയമില്ല, എങ്കിലും കൂടെ പാടുന്നു. പിന്നെ കൈയടിച്ച് എല്ലാവരും കൂടെ ഒരു പാട്ടിൻ്റെ 4 വരി തന്നെയാണ്, ഫുൾ പാട്ട് അറിഞ്ഞൂടല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കൈയടിച്ച് ഒരു നമ്മളിങ്ങനെ ഈ വാക്കുകളൊക്കെ പാടുന്നതിന് എന്തോ ഒരു പേര് പറയുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളതായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പാട്ടുകളൊക്കെ എല്ലാവരും പാടുന്നുണ്ടായിരുന്നു. പാട്ടറിയുന്നവരും പാട്ടറിയാത്തവരും വരി അറിയുന്നവരും അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഒരു ഭയങ്കര വൈബായിരുന്നു. ഒരു കോമഡിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ചില്ലൗട്ടായിട്ട് നിന്ന് പാട്ടുപാടി പല പാട്ടുകളും പാടി ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ആ പാട്ടിൻ്റെ ബാക്കായിരുന്നു. എല്ലാവരും പാടുന്നുണ്ടായിരുന്നു, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിള്ളേരുടെ ഡാൻസ്, 3 പെൺപിള്ളേരേ ഉള്ളൂ, 3 പെൺകുട്ടികളുടെ ഡാൻസ്. പിന്നെ ചേച്ചിയുടെ മക്കളും ചേച്ചിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡാൻസ്. അങ്ങനെ ഒരു 3-4 പാട്ടുകൾ പിള്ളേർ ഡാൻസ് കളിച്ചായിരുന്നു. ആ മോനായിരുന്നു, അവനൊരു 10 മിനിറ്റ് കൊണ്ട് പിള്ളേർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്ത് നമുക്കിങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാം. നേരത്തെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ചേച്ചിമാരും കളിക്കുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പാട്ടിനാണ് എല്ലാത്തിനും അവനാണ് കോറിയോഗ്രാഫ് ചെയ്യുന്നത്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു കൊടുത്ത് പിള്ളേരുടെ ഇടയിൽ മുതിർന്ന ഒരു ചേട്ടനാണ്. പക്ഷേ എന്നിരുന്നാലും കുട്ടികളുടെ ആ ചിൽ വൈബിൽ അവനും ഭയങ്കര എൻജോയ്മെൻറ്റ്. നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ പാട്ടും പാടി ഡാൻസും കളിച്ച് ആകെ ഒരു ചില്ലൗട്ടായിരുന്നു. ഒരു കുറച്ച് നേരം നമ്മുടെ ഒരു സന്തോഷം പങ്കിടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത്, ഫുഡ് നമ്മൾ വയ്ക്കുകയല്ലായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചാണ് നമ്മൾ വെച്ചത്. കാരണം സമയത്തിന് ആരും ഉണ്ടാവില്ല, പാചകത്തിൻ്റെ സമയത്തിന് ആർക്കും എത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചു.
എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈബ് ഒരു പ്രത്യേക സുഖമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.